ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിംസ് ലേവ്. ഇന്ന് നമ്മൾ ക്യുനലോൺസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദീസ് ആർ സിന്തറ്റിക് ആൻറ്റി മൈക്രോബിയൽ ഹാവിങ് ക്യുനലോൺ സ്ട്രക്ചർ. ഓക്കെ, ക്യുനലോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മെഡിസിനൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഈ ക്യുനലോൺസ് പറയുമ്പോൾ എന്താണ്, അതിന് ക്യുനലോൺ സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുക. ദേ മെയിൻലി ആക്ട് അഗെയിൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓക്കെ, ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്? നാൽഡിസിക് ആസിഡ് ആണ് ഒരു എക്സാമ്പിൾ വരുന്നത്. ഇനി ഇറ്റ് ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് DNA ഗൈറേസ് എൻസൈം ആൻഡ് ഇറ്റ് ഇസ് ബാക്ടീരിയോസിഡൽ ഇൻ നേച്ചർ ആണ്. ഓക്കെ, ബാക്ടീരിയോസിഡൽ ഉണ്ട്, ബാക്ടീരിയോസ്റ്റാറ്റിക് ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ എന്താണ്? ഇറ്റ് ഇസ് ബാക്ടീരിയോസിഡൽ ഇൻ നേച്ചർ. ഓക്കെ, അപ്പം എവിടെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? DNA ഗൈറേസ് എൻസൈമിലാണ് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി due to rapid development of resistance in nalgesic acid, fluorinated derivatives, that is fluoroquinolones, are now used as antimicrobial agents. അതായത് എന്താണ്, ഇപ്പം നാൽഡിസിക് ആസിഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്ലൂറിനേറ്റഡ് ക്വിനലോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഫ്ലൂറിനേറ്റഡ് ക്വിനലോൺസ്? സോ അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇതൊരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം ഫസ്റ്റ് ജനറേഷൻ, ദാറ്റ് ഇസ് നോർഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിൻ, ഓഫ്ലോക്സാസിൻ ആൻഡ് ഫ്ലോക്സാസിൻ. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ എന്താണ്? ലീവോഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, ജെമിഫ്ലോക്സാസിൻ, ലോമിഫ്ലോക്സാസിൻ ആൻഡ് സ്പാർഫ്ലോക്സാസിൻ. അപ്പോൾ നിങ്ങളിത് ആലോചിക്കുന്ന ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ലേറ്റസ്റ്റ് LG മൊബൈൽ സ്റ്റോർ. ഓക്കെ, ലേറ്റസ്റ്റ് എന്താ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ? ലീവോഫ്ലോക്സാസിൻ. LG എന്ന് പറയുമ്പോൾ ലോമിഫ്ലോക്സാസിൻ ആൻഡ് G എന്ന് പറയുമ്പം ജെമിഫ്ലോക്സാസിൻ. മൊബൈൽ അതാണ് മോക്സിഫ്ലോക്സാസിൻ ആൻഡ് സ്റ്റോർ ആണ് സ്പാർഫ്ലോക്സാസിൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ദാറ്റ് ഇസ് ദേ ആർ ഹൈലി പൊട്ടൻ്റ് ആണ്. ഫ്ലൂറോക്വിനോൺസ് ഹൈലി പൊട്ടൻ്റ് ഇൻ നേച്ചർ ആണ്, have expanded spectrum of activity. Okay, and slow development of resistance ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ക്വിനലോൺസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് ചാൻസ് കുറവാണ്. ആൻഡ് ബെറ്റർ ടിഷ്യൂ പെനിട്രേഷൻ ആൻഡ് ഗുഡ് ടോളറബിലിറ്റി ഉണ്ടായിരിക്കും. ആൻറ്റി ബാക്ടീരിയൽ സ്പെക്ട്രം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് വരിക? എഷറീഷ്യ കോളൈ, ഷിഗെല്ല, ഇൻഫ്ലുവൻസ, വിബ്രിയോ കോളറെ, സ്ട്രെപ്റ്റോകോക്കൈ, സാൽമോണ ടൈഫി ഒക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ അതേപോലെ തന്നെ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവിലും ആക്ട് ചെയ്യുന്നുണ്ട്. ന്യൂമോണിയ ആണ് വരുന്നത്. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ, സിപ്രോഫ്ലോക്സാസിൻ അല്ലെങ്കിൽ ലീവോഫ്ലോക്സാസിൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണെങ്കിൽ ഇത് DNA ഗൈറേസ് എൻസൈമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? എക്സസീവ് സൂപ്പർ കോയിലിംഗ്. ഓക്കെ, DNA സ്ട്രാൻഡിൻ്റെ എക്സസീവ് ആയിട്ടുള്ള സൂപ്പർ കോയിലിംഗ് സംഭവിക്കും ആൻഡ് ബ്രേക്കിംഗ്. ഓക്കെ, എക്സസീവ് സൂപ്പർ കോയിലിംഗ് ആൻഡ് DNA സ്ട്രാൻഡ് ബ്രേക്കിംഗ് സംഭവിക്കും. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ഇത് എന്തിലാണ് ബൈൻഡ് ചെയ്യുന്നത്? ടോപ്പോ ഐസോമറേസ് 4 എൻസൈം ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വിൽ കോസ് ഫെയിലിയർ ഓഫ് ദി ഡോട്ടർ DNA ഫോർമേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ഡോട്ടർ DNA ഫോം ചെയ്യുന്നില്ല. സോ അങ്ങനെ ഇതെന്തിന് കാരണമാവും? ഇറ്റ് വിൽ കോസ് ഡാമേജ്ഡ് DNA. ഓക്കെ, സോ ആൻഡ് ഇന്റർഫിയർ DNA റെപ്ലിക്കേഷൻ ആൻഡ് ദിസ് വിൽ കോസ് സെൽ ഡെത്ത് കോസ് ചെയ്യും. ഇനി കൈനറ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഓറൽ ആൻഡ് IV അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഫുഡ് ഡിലേ അബ്സോർപ്ഷൻ. ഓക്കെ, ഇറ്റ് ഹാവ് ഗുഡ് ടിഷ്യൂ പെനിട്രേഷൻ ഉണ്ടായിരിക്കും. ലങ്സ്, പുട്ടം, മസിലൊക്കെ അത് നല്ല ടിഷ്യൂ പെനിട്രേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇറ്റ് ഇസ് എക്സ്ക്രീറ്റഡ് ത്രൂ എങ്ങനെയാണ്? യൂറിനിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ത്രൂ ഗ്ലോമറുലർ ഫിൽട്രേഷൻ ആണ്, ട്യൂബുലർ സെക്രീഷൻ വഴി. ADR ആണ്, ദാറ്റ് ഇസ് GIയിലാണെങ്കിൽ എന്തൊക്കെയാണ്? നോസിയ, വൊമിറ്റിംഗ്, അനോറിക്സിയ. CNSലാണെങ്കിൽ എന്തായിരിക്കും? ഹെഡേക്ക്, ഡിസിനെസ്, ആൻസൈറ്റി, കൺഫ്യൂഷൻ, ഇൻസോംനിയ അങ്ങനെയൊക്കെയാണ് വരിക. ഇനി സ്കിന്നാണെങ്കിൽ എന്തായിരിക്കും? ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ, എന്താണ്? റാഷസ് ഉണ്ടായിരിക്കും, ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും, സ്വെല്ലിംഗ് ഓഫ് ലിപ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ടെൻഡിനൈറ്റിസ് അല്ലെങ്കിൽ ടെൻഡൻ റപ്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, മെക്കാനിസം ഓഫ് റെസിസ്റ്റൻസ് ആണ്. ക്രോമസോമൽ മ്യൂട്ടേഷൻ പ്രൊഡ്യൂസ് DNA ഗൈറേസ് ആൻഡ് ടോപ്പോഐസോമറേസ് 4 എൻസൈം വിത്ത് ലോ അഫിനിറ്റി ടു ഫ്ലൂറോക്വിനലോൺ. ഓക്കെ, അതായത് ക്രോമസോമൽ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ടോപ്പോഐസോമറേസ് 4 ആയിട്ടും DNA ഗൈറേസ് ആയിട്ടും ഉള്ള ഫ്ലൂറോക്വിനലോണിൻ്റെ എഫിനിറ്റി കുറയും. ഓക്കെ, സോ അങ്ങനെയാണ് റെസിസ്റ്റൻസ് വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ റെഡ്യൂസ് പെനിട്രേഷൻ ആൻഡ് ഇൻക്രീസിങ് റെസിസ്റ്റൻസ് ആർ റിപ്പോർട്ടഡ് എമോങ് സാൽമോണല്ല ആൻഡ് സ്യൂഡോമോണാസിൽ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻട്രാക്ഷൻസ് ആണ്. സിപ്രോഫ്ലോക്സാസിൻ വാർഫാറിൻ്റെ കൂടെ അല്ലെങ്കിൽ തിയോഫൈലിൻ അല്ലെങ്കിൽ കഫീൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സിപ്രോഫ്ലോക്സാസിൻ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് അതർ മെറ്റബോളിസം, സോ ഇൻക്രീസ് ടോക്സിസിറ്റി. അതായത് സിപ്രോഫ്ലോക്സാസിൻ ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ മെറ്റബോളിസം കുറയ്ക്കും.
അപ്പോൾ ഇതിന്റെ മെറ്റബോളിസം കുറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ടോക്സിറ്റി കൂടും. ഓക്കെ, ദെൻ സിപ്രോഫ്ലോക്സാസിൻ NSAIDന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ടോക്സിറ്റിയാണ് വരുന്നത്? CNS ടോക്സിറ്റി വരും. ഓക്കെ, സോ സിപ്രോഫ്ലോക്സാസിൻ വാർഫാരിനോ തിയോഫൈലിനോ കഫീൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അവിടെ മെറ്റബോളിസം കുറയും, സോ ടോക്സിറ്റി വരും. ഇനി NSAIDന്റെ കൂടെയാണെങ്കിൽ എന്താണ് വരുന്നത്? CNS ടോക്സിറ്റി വരുന്നത്. ഇനി അതേപോലെ തന്നെ ഫ്ലൂറോക്വിനോൺ എൻറ്റാസിഡിന്റെ കൂടെയോ അയണിന്റെ കൂടെയോ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫ്ലൂറോക്വിനോണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. തെറാപ്യൂട്ടിക് യൂസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? UTIയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗൊണേറിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടൈഫോയിഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ യൂസസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ക്വിനോലോൺസ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ താങ്ക് യു.